ജില്ലയിലെ 4,00,000-ഓളം വീടുകളിൽ ഫാമിലി സാഹിത്യോത്സവങ്ങൾ, 1,500 കേന്ദ്രങ്ങളിൽ ബ്ലോക്ക് സാഹിത്യോത്സവങ്ങളും, 789 യൂണിറ്റ് സാഹിത്യോത്സവങ്ങളും പൂർത്തീകരിച്ച് 87 സെക്ടറുകളിൽ വിവിധ സെക്ടർ കേന്ദ്രങ്ങളിലെ ഗ്രാമപ്രദേശങ്ങളിലെ പഴമയും പാരമ്പര്യവും ഒക്കെ തന്നെ ചർച്ചയാക്കി നടന്ന സാഹിത്യോത്സവങ്ങൾക്ക് ശേഷം 12 ഡിവിഷൻ കേന്ദ്രങ്ങളിൽ വിവിധങ്ങളായ തീമുകളുടെ അടിസ്ഥാനത്തിലുള്ള സാംസ്കാരിക പ്രോഗ്രാമുകളോടുകൂടിയ സാഹിത്യോത്സവങ്ങൾ ജില്ലയിൽ പൂർത്തിയായി. ഈ ഒരു കാലയളവിനിടയിൽ 1,00,000-ഓളം വിദ്യാർത്ഥികളാണ് സാഹിത്യോത്സവത്തിന്റെ ഭാഗമായി വിവിധ ഘടകങ്ങളിൽ മത്സരികളായി പങ്കെടുത്തിട്ടുള്ളത്. വരുന്ന വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ 12 ഡിവിഷനുകളിൽ നിന്നുള്ള പ്രതിഭകളായി തിരഞ്ഞെടുക്കപ്പെട്ട 2,000-ഓളം പ്രതിഭകൾ പങ്കെടുക്കുന്ന ജില്ലാ സാഹിത്യോത്സവ കൊണ്ടോട്ടി ഗ്രൂപ്പിൽ നടക്കുകയാണ്. ജില്ലാ സാഹിത്യോത്സവവുമായി ബന്ധപ്പെട്ട അതിൻ്റെ നമ്മൾ മുന്നോട്ട് വെക്കുന്ന തീമും അതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വൈവിധ്യങ്ങളായ പ്രോഗ്രാമുകളും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ പുസ്തകത്തിന്റെ ജില്ലാ ഭാരവാഹികൾ എത്തിയിട്ടുള്ളത്. ജില്ലാ പ്രസിഡന്റ് സാഹിത്യോത്സവത്തിന്റെ ഇവന്റ് ഗ്രൂപ്പ് കൺവീനർ സെക്രട്ടറി ജനറൽ സെക്രട്ടറി പേരാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ജില്ലാ സാഹിത്യോത്സവവുമായി ബന്ധപ്പെട്ട മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെയും പ്രോഗ്രാമുകളെയും ജില്ലാ പ്രസിഡന്റ് വിവരിച്ചു. 22ാമത് SSF മലപ്പുറം ഈസ്റ്റ് ജില്ലയുടെ സാഹിത്യോത്സവം ഓഗസ്റ്റ് 1, 2, 3 തീയതികളിൽ കൊണ്ടോട്ടിയിൽ വെച്ച് നടക്കുകയാണ്. അതാത് കാലത്ത് സമൂഹം ആവശ്യപ്പെടുന്ന, സമൂഹത്തിൽ ചർച്ച ചെയ്യേണ്ട പ്രമേയങ്ങളെയും ആശയങ്ങളെയും മുന്നോട്ട് വെച്ചുകൊണ്ട് സാഹിത്യോത്സവങ്ങൾ നടക്കാറ്. 1,00,000-ഓളം മത്സരാർത്ഥികൾ ഇത്തവണത്തെ സാഹിത്യോത്സവങ്ങളിൽ ഫാമിലികൾ മുതൽ ജില്ലാ തലം വരെ എത്തുമ്പോഴേക്കും മത്സരിച്ചു പോകുന്നുണ്ട്. ആ മത്സരാർത്ഥികളെയും സാഹിത്യോത്സവത്തെ കേൾക്കാൻ വരുന്നവരെയും നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാ മനുഷ്യരിലേക്കും പുതിയ കുറേ ആശയങ്ങൾ പോയി പ്രകാശിപ്പിച്ചുകൊണ്ടാണ് സാഹിത്യോത്സവങ്ങൾ നടന്നുകൂടാറ്. 2 വർഷം മുമ്പ് മലപ്പുറത്ത് നടന്ന ജില്ലാ സാഹിത്യോത്സവം മുന്നോട്ട് വെച്ചിരുന്നത് മലപ്പുറത്തിൻ്റെ ഒരു ജൈവിക താളം എന്ന മലപ്പുറത്തെ ചർച്ചയാക്കുന്ന പ്രധാനപ്പെട്ട ഒരു സാഹിത്യോത്സവമായി. കഴിഞ്ഞ വർഷം നമ്മുടെ രാജ്യത്തെ വ്യത്യസ്തങ്ങളായ ഭീഷണികൾക്ക് നടുവിലും വ്യത്യസ്തങ്ങളായ പ്രകൃതി ദുരന്തങ്ങൾക്ക് നടുവിലും മനുഷ്യർക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജ്ജമുള്ള പ്രതീക്ഷകളെ കുറിച്ചാണ് കഴിഞ്ഞ തവണ SSFന്റെ സാഹിത്യോത്സവം മുന്നോട്ട് വെച്ചത്. ഇത്തവണ കൊണ്ടോട്ടിയിൽ വെച്ച് നടക്കുന്ന സാഹിത്യോത്സവം മുന്നോട്ട് വെക്കുന്ന പ്രമേയം ദ ഇൻബിറ്റ്വീൻസ് എന്നതാണ്. പ്രപഞ്ചത്തിലെ വ്യത്യസ്തങ്ങളായ എല്ലാ സന്ദേശങ്ങളും മനുഷ്യൻ, നമ്മുടെ ചുറ്റുപാടുകളുള്ള വ്യത്യസ്തങ്ങളായ എലമെന്റുകൾ, ഇവകളൊക്കെ പരസ്പരം വ്യത്യസ്തപ്പെട്ട് നിൽക്കുമ്പോഴേക്കും വേർതിരിക്കപ്പെട്ട് നിൽക്കുമ്പോഴേ പോലും നമ്മളറിയാതെ അവകൾ തമ്മിൽ ചേർന്ന് നിൽക്കുന്നത് എന്ന് നമുക്കൊക്കെ ബോധ്യപ്പെടുന്ന കാര്യമാണ്. മനുഷ്യർ തമ്മിൽ, നമ്മുടെ ചുറ്റുപാടുകൾ തമ്മിൽ അകന്നു നിൽക്കാനുള്ള കാരണങ്ങളെക്കാൾ കൂടുതൽ ചേർന്ന് നിൽക്കാനുള്ള കാരണങ്ങളാണ് പ്രകൃതിയിലെമ്പാടുമുള്ളത് എന്ന് നമുക്കൊക്കെ അറിയാം. അങ്ങനെ നമ്മുടെ ചുറ്റുപാടുകളെ, മനുഷ്യരെ, സഹജീവികളെ, തലമുറകളെ, പ്രപഞ്ചത്തിലുള്ള വ്യത്യസ്തങ്ങളായ ഘടകങ്ങളെ, ഇവകൾക്കിടയിലുള്ള പാരസ്പര്യത്തെയും ചേർന്നു നിൽക്കലിനെയും പ്രമേയമാക്കിക്കൊണ്ടാണ് ഇത്തവണത്തെ ജില്ലാ സാഹിത്യോത്സവം അതിൻ്റെ തീം മുന്നോട്ട് വെച്ചുകൊണ്ട് നമ്മൾ സംഘടിപ്പിക്കുക. ഓഗസ്റ്റ് 1-ാം തീയതി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30 മണിക്ക് പതാക ഉയർത്തലോടുകൂടിയാണ് സാഹിത്യോത്സവിൻ്റെ മത്സരങ്ങളടക്കമുള്ള കാര്യങ്ങൾ ആരംഭിക്കുന്നത്. സ്വാഗത സംഘത്തിൻ്റെ ചെയർമാൻ സെയ്ദ് ഷിഹാബുദ്ദീൻ ഹൈദ്രോസി പതാക ഉയർത്തി സാഹിത്യോത്സവം ആരംഭിക്കും.
വൈകുന്നേരം 3 മുതൽ മത്സരങ്ങൾ ആരംഭിച്ച് ഞായറാഴ്ച 6 മണി വരെയാണ് സാഹിത്യോത്സവിൻ്റെ മത്സരങ്ങളുള്ളത്. 4 മണിക്ക് വെള്ളിയാഴ്ച 4 മണിക്ക് നടക്കുന്ന സമാപന ഉദ്ഘാടന സംഗമോ സമസ്ത കേന്ദ്ര മുഷാവറാംഗം ബഹുമാന്യരായ സമസ്ത സെക്രട്ടറി ബഹുമാന്യരായ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. SSFിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് മുനീർ അഹമ്മദ് തങ്ങൾ, കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുറഹ്മാൻ സഖാഫി വിരകു, SS സംസ്ഥാന സെക്രട്ടറി ജാബർ നെഹൂത്ത്, അബ്ദുൽ അസീസ് സഖാഫി മമ്പാട് തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ ഉദ്ഘാടന വേദി സംസാരിക്കും. സാഹിത്യോത്സവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ മുന്നോട്ട് വെക്കുന്നത് വിവിധങ്ങളായ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് സാഹിത്യം, കല, വിദ്യാഭ്യാസം, രാഷ്ട്രീയം, സാമൂഹികം തുടങ്ങി വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് 12ലധികം സെഷനുകൾ മാത്രം ചർച്ച ചെയ്യുന്ന കഥാബൂത്ത് എന്ന പ്രത്യേകമായ സാംസ്കാരിക വേദി ഈ ഇത്തവണത്തെ സാഹിത്യോത്സവത്തിൻ്റെ ഒരു പുതുമയായി മുന്നോട്ട് നിൽക്കുന്ന കേരളത്തിലെ പ്രഗത്ഭരായ രാഷ്ട്രീയ നിരീക്ഷകർ, സാമൂഹിക നിരീക്ഷകർ, മാധ്യമപ്രവർത്തകർ, സാംസ്കാരിക പ്രവർത്തകർ ഇവരൊക്കെയാണ് കഥാബുക്കിലെ വ്യത്യസ്തമായ സെഷനുകൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. നേരത്തെ രജിസ്റ്റർ ചെയ്ത് വരുന്ന വിദ്യാർത്ഥികൾക്ക് പുറമെ മറ്റുള്ളവർക്ക് കൂടി പങ്കാളിത്തമുള്ള, അവർക്ക് കൂടി പങ്കെടുക്കാൻ കഴിയുന്ന വിവിധങ്ങളായ സെഷനുകളാണ് ഡോക്ടർ KJ ജേക്കബ്, ഡോക്ടർ T അബൂബക്കർ, നരസമാലി പുഷ്പഗിരി, KC സുബിൻ, പ്രദീപ് പേരശന്നൂർ, PT മുഹമ്മദ് ഫൈസൽ അലേറ്റിൽ, മുസ്തഫ P അറക്കൽ, സ്വാദിഖ് വെളിമുക്ക്, ഡോക്ടർ NS അബ്ദുൽ ഹമീദ്, അഷ്റഫ് പുന്നത്ത്, ഡോക്ടർ KC അബ്ദുറഹ്മാൻ, റഷീദ് മോഹം, മുഹമ്മദ് P കടക്കൽ അടക്കമുള്ള വ്യത്യസ്തങ്ങളായ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിപാദകരായ ആളുകളുടെ നേതൃത്വത്തിൽ നടത്തുന്ന ചർച്ചയാണ് സാഹിത്യോത്സവത്തിൻ്റെ ഏറ്റവും പ്രധാനമായി മുന്നോട്ട് വെക്കുന്നത്. ഏകദേശം 11 വേദികളിലായി 173 മത്സരങ്ങളാണ് ഇത്തവണത്തെ സാഹിത്യോത്സവം ജില്ലയിൽ വെച്ച് നടക്കുന്നത്. 11 വേദികൾ, അതിനോട് ചേർന്നിരിക്കുന്ന ഉപവേദികൾ, അതിന് പുറമെ കഥാബുക്ക് എന്ന പേരുള്ള സാംസ്കാരിക വേദി, ഇങ്ങനെ 173 മത്സരങ്ങളിലായി ഏകദേശം വിവിധങ്ങളായ ഡിവിഷനുകളിൽ നിന്ന് വിജയിച്ചു വന്ന 3000-ഓളം വിദ്യാർത്ഥികൾ മലപ്പുറം ജില്ലയിലെ പ്രൊഫഷണൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ നിന്ന് പങ്കെടുക്കുന്ന ഏകദേശം 200-ലധികം വരുന്ന വിദ്യാർത്ഥികളും ഇവരുടെ തമ്മിലുള്ള മത്സരമാണ് സാഹിത്യോത്സവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഭാഗം എന്ന് പറയുന്നത്. ഞായറാഴ്ച വൈകുന്നേരം 4 മണിയോടുകൂടെ സമാപന സമ്മേളനം ആരംഭിക്കും. ന്യൂഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒട്ടേറെ ഗ്രന്ഥങ്ങൾ രചിച്ച ദീർഘകാലമായി മാധ്യമ പ്രവർത്തകർ, ഏകദേശം 2 പതിറ്റാണ്ടിലേറെ മാധ്യമ പ്രവർത്തനത്തിൽ നിറഞ്ഞിരിക്കുന്ന ഉല്ലേഖി MP-യാണ് നമ്മുടെ ഇത്തവണത്തെ സാഹിത്യോത്സവിൻ്റെ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത്. ഞായറാഴ്ച വൈകുന്നേരം നടക്കുന്ന സമാപന വേദിയിൽ അദ്ദേഹം സംസാരിക്കും. സമാനമായി കേരളത്തിലെ ജില്ലയിലെ വിവിധങ്ങളായ പ്രാസ്ഥാനിക നേതാക്കൾ കൂടി സമാപന വേദിയിൽ വെച്ച് സംസാരിക്കും. കേരള മുസ്ലിം ജമാഅത്തിൻ്റെ ജില്ലാ പ്രസിഡന്റ് കുറ്റമ്പാകം റഹ്മാൻ ദാരിമി, സമസ്ത കേന്ദ്ര മുഷാവറാംഗം അബൂ ഹനീഫുൽ ഫൈസി തന്നല, അതേപോലെ തന്നെ അബ്ദുൾ റഷീദ് സഖാഫി, പത്തപിരിയം SSFിൻ്റെ ദേശീയ സെക്രട്ടറി മുഹമ്മദ് ഷെരീഫ് നിസാമി അടക്കമുള്ള ആളുകൾ സമാപന വേദിയിൽ സംസാരിക്കും. വിവിധങ്ങളായ മത്സരങ്ങളിൽ വിജയിക്കുന്ന ഇത്തവണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് പുതിയ കാലത്തോട് യോജിച്ച മത്സരങ്ങൾ കൂടി കൊണ്ടുവന്നുകൊണ്ട് AI പ്ലോട്ടിംഗ്, AI കവിതാരചന, ഡിജിറ്റൽ പെയിന്റിംഗ് അടക്കമുള്ള ഒട്ടേറെ പുതുമയുള്ള മത്സരങ്ങളാണ് ഇത്തവണ SSF സാഹിത്യോത്സവയുടെ മുന്നോട്ട് വെക്കുന്നത്. സമാനമായി സാഹിത്യോത്സവത്തിന്റെ വേദിയോട് ചേർന്ന് തന്നെ ഏറ്റവും വിശാലമായ ബുക്ക് ഫെയറും, അതേപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് കരിയർ കൗൺസിലിങ്ങിന് സംവിധാനം ഒരുക്കിക്കൊണ്ടുള്ള എക്സ്പ്ലോറിയ കരിയർ പീഡിക്കും സാഹിത്യോത്സവിൻ്റെ നഗരിയിൽ പ്രത്യേകം സംവിധാനങ്ങൾ പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും വന്ന് കാണാൻ കഴിയുന്ന രീതിയിലുള്ള വിശാലമായ പന്തൽ സംവിധാനങ്ങൾ, 11 വേദികൾ, അതോടൊപ്പം തന്നെ വീട്ടിലിരുന്നു ഇവർക്കൊക്കെ തത്സമയം മത്സരങ്ങൾ കാണാനുള്ള സംവിധാനം, റിസൾട്ടുകൾ കാണാനുള്ള സംവിധാനം, AI ചാറ്റ്ബോട്ടിൻ്റെ സഹായത്തോടുകൂടെ മത്സരത്തിൻ്റെ ഷെഡ്യൂളും മത്സരത്തിൻ്റെ ഫലങ്ങളുമൊക്കെ അറിയാനുള്ള സംവിധാനമൊക്കെ ഇത്തവണ സാഹിത്യോത്സവിൽ നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട്. ഏകദേശം വിവിധങ്ങളായ സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടി വിപുലമായ സ്വാഗത സംഘം, 313 അംഗ വോളണ്ടിയർ സംഘം, സ്വാഗത സംഘമൊക്കെ കൊണ്ടോട്ടി കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സാഹിത്യോത്സവിൻ്റെ സാംസ്കാരിക വേദികൾ, അതിൻ്റെ ചർച്ചകൾ, അതിലേക്കൊക്കെ എല്ലാവരെയും കൃത്യമായി സ്വാഗതം ചെയ്യുക. പറയുന്ന പോലെ നമ്മുടെ വിദ്യാലയങ്ങളുടെ
ശോചനീയാവസ്ഥയുമായി ബന്ധപ്പെട്ട് പ്രത്യേകം പഠനത്തിന് സമിതിയെ ഗവൺമെൻറ് ഏർപ്പെടുത്തി ഇന്നലെ അതിപ്രഖ്യാപനം വന്നിട്ടുണ്ട്. ജില്ലയിലെ വിവിധമായ വിദ്യാലയങ്ങളിൽ കെട്ടിടങ്ങൾ തകർച്ച നേരിടുന്ന ഭീഷണികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് തന്നെ മലപ്പുറം ഗവൺമെൻറ് കോളേജിലെ BSc ഫിസിക്സ് ലാബും ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിലുള്ള പ്രശ്നങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെടുകയും അധികാരികളോട് ശ്രദ്ധയിൽ അത്തരം കാര്യങ്ങൾ പെടുത്തുകയും ചെയ്തിട്ടാണ് ഈ പത്രസമ്മേളനത്തിൽ നടത്തിയിട്ടുള്ളത്. അതുപോലെ സമാനമായി ഹൈക്കോടതി ഇന്ന് റോഡിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് റോഡുകൾ തകരുന്നതുമായി ബന്ധപ്പെട്ട് ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുകയുണ്ടായി. ഞങ്ങളുടെ പൊതു സംവിധാനങ്ങൾക്കൊക്കെ ഇങ്ങനെയുള്ള തകർച്ചകൾ നേരിടുന്നതിൽ സർക്കാരുകളുടെ ജാഗ്രത കുറച്ചുകൂടി ആവശ്യമാണ്. നേരത്തെ പൊതുആരോഗ്യ കേന്ദ്രങ്ങളുടെ തകർച്ചയും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ചർച്ച ചെയ്ത പുറത്തിറക്കം നമ്മളത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ ഇത്തരം ഇഷ്യൂകൾ വരുന്ന സമയത്ത് അത് റിപ്പോർട്ട് ചെയ്യുകയും വിവാദമാവുകയും അതിൽ ചില പ്രതികരണങ്ങൾ വരികയും എന്നതിനപ്പുറത്ത് കൃത്യമായ ഇത്തരം സംവിധാനങ്ങളെ ഓഡിറ്റ് ചെയ്തു പോകാനുള്ള മന്ത്ലി ഓഡിറ്റിങ്ങുകൾ നടത്തി ഇതിൻ്റെയൊക്കെ സുരക്ഷ ഉറപ്പാക്കാനുള്ള സംവിധാനങ്ങൾ സർക്കാർ തലത്തിലുണ്ടായെങ്കിലേ പൊതുജനങ്ങളുടെ ആരോഗ്യത്തെ ജീവനെ ഭീഷണിയാകുന്ന പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കൊക്കെ ഭീഷണിയാകുന്ന ഇത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടി ജാഗ്രതയോടെ ശ്രമിക്കാനാണ് അധികാരികളുടെ ഭാഗത്തുണ്ടാകേണ്ടത് എന്ന് ഈ സമയത്ത് ഞങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്.